ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ചിക്കൻ കീമ ബിരിയാണിയാണ്. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ടേസ്റ്റ് ആണെങ്കിൽ ഒട്ടും കോംപ്രമൈസ് ഇല്ല. നല്ല സൂപ്പർ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുവേണ്ടി ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സവാള ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഈ സവാള ഇവിടെ ആവുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റേ അടുപ്പത്ത് ചോറ് ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി വെള്ളം തിളയ്ക്കാൻ വെച്ചിരുന്നു. ഈ ഹോൾ ഗരം മസാല എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീവ്സ്, പിന്നെ ചെറിയ ജീരകം ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം തിളയ്ക്കാൻ വെച്ചിരുന്നു. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ചിക്കൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, ഗാർലിക് ഇത് മൂന്നും കൂടെ ഒന്ന് ചതച്ചെടുത്തിരുന്നു. അതിൻ്റെ ഒരു സ്പൂൺ ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. പിന്നെ നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ വേണ്ടവർക്ക് ഓയിൽ ഒഴിക്കാം. ഇനി നെയ്യ് വേണ്ടവർക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് മൂടി വയ്ക്കാം ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചോറ് ഇവിടെ ഓൾമോസ്റ്റ് റെഡിയാണ്. നമുക്ക് തുറന്ന് നോക്കാം. കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്. ഒന്നും കൂടെ ഒരു 10 മിനിറ്റും കൂടെ നമുക്കൊന്ന് വെച്ച് വേവിക്കാം. അതേസമയം മറ്റേ അടുപ്പിൽ നമ്മൾ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പച്ചമല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത് രണ്ടും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ പച്ചമല്ലിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇനി നമുക്ക് മുളക് പൊടി ആവശ്യമുണ്ട്. മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി കുറച്ച് തൈര് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇതാണ് നമ്മുടെ ചിക്കൻ കീമ. ഗ്രൗണ്ട് ചിക്കനാണ്. ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല പൊടിച്ചത് വേണം. 2 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ്, പുതിന അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. നമുക്ക് അടച്ച് വയ്ക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. ഒരു 10 മിനിറ്റോളം ഇത് കുക്കാവുന്നത് നമുക്ക് തുറന്ന് നോക്കാം. എല്ലാം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പോ പുളിയോ എന്താ വെച്ചാൽ. കുറച്ചുകൂടെ വെള്ളം ഒന്ന് വറ്റാനുണ്ട്. നമുക്കൊരു 5 മിനിറ്റും കൂടെ ഒന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിൽ വേവിച്ച് വെച്ച ചോറിട്ട് കൊടുക്കാം. നേരത്തെ വേവിച്ച് വെച്ച ചോറ് ഇതിൻ്റെ മേലെ ദമ്മ് പോലെ ഇട്ട് കൊടുക്കാൻ പോവാണ്.
ചോറിട്ട് കൊടുത്തു. അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മല്ലിച്ചപ്പ്, പുതിന, നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സ്, റൈസിൻസ്, ഫ്രൈഡ് ഓണിയൻസ്, പിന്നെ കാഷ്യൂ നട്ടും റൈസിനും ഒക്കെ ഫ്രൈ ചെയ്ത ആ നെയ്യ് കുറച്ച് ഇതിൻ്റെ മുകളിൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ലെമൺ. ഇനി അടുത്ത ലെയർ ചോറും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പാല് കുതിർത്ത് വെച്ചായിരുന്നു സാഫ്രൺ, അതും കുറച്ച് കളറിന് വേണ്ടി ഒഴിക്കുന്നുണ്ട്. കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് ലെയറിൽ ഇട്ട് കൊടുത്ത പോലെ തന്നെ എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മല്ലി, പുതിനയില അരിഞ്ഞത്, കാഷ്യൂ നട്ട് ആൻഡ് റൈസിൻസ്, കുറച്ച് ഫ്രൈഡ് ഓണിയൻ. നേരത്തെ ഇട്ട എല്ലാം രണ്ടാമത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മൂടി വെച്ചിട്ട് സിമ്മിൽ ഒരു 10 മിനിറ്റ് ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റുമേ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടിപൊളി കീമ ബിരിയാണിയുടെ റെഡിയാണ്. ഈ കീമ ബിരിയാണി ഏത് മീറ്റ് വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. താങ്ക് യു.